തിരിച്ച് സിഗ്നൽ പിടിക്കാനുള്ള ഓട്ടം, ചിത്രഹാർ കാണാനുള്ള കാത്തിരിപ്പ്, ഞായറാഴ്ചത്തെ മലയാള സിനിമ, അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷങ്ങൾ. ഇന്ന് നമ്മുടെ ഫോണിൽ 4K സ്ക്രീനും ആയിരക്കണക്കിന് സിനിമകളുമുണ്ട്. പക്ഷേ അന്ന് ഒറ്റ ചാനലിൽ വരുന്ന ആ പഴയ സിനിമകൾക്ക് ഒരു പ്രത്യേക രുചിയുണ്ടായിരുന്നു, അല്ലേ? മണ്ണിലെ കളികൾ, കോട്ടിക്കളി, കല്ലുകളി, ടയർ കളി. പക്ഷേ ഞങ്ങളുടെ യഥാർത്ഥ ജീവിതം ടി വിയുടെ മുന്നിലല്ലായിരുന്നു. അത് വീടിന് പുറത്തെ ആ ചെളിയും മണ്ണും നിറഞ്ഞ മുറ്റത്തായിരുന്നു. ചെളി പുരണ്ട വസ്ത്രങ്ങൾ, വിയർത്ത മുഖങ്ങൾ, അതായിരുന്നു ഞങ്ങളുടെ സന്തോഷം. ഓർമ്മയുണ്ട് ആ പഴയ ഹവായി ചെരുപ്പ് മുറിച്ച് ഈർക്കിൽ കുത്തിക്കയറ്റി ഉണ്ടാക്കിയ ആ കാറ്? അല്ലെങ്കിൽ പഴയ സൈക്കിൾ ടയർ ഉരുട്ടി കിലോമീറ്ററുകളോളം ഓടിയത്? അന്ന് ഞങ്ങൾക്ക് പ്ലേ സ്റ്റേഷനും സ്മാർട്ട് ഫോണും ഇല്ലായിരുന്നു. പക്ഷേ ആ പഴയ ചെരുപ്പും ടയറും മതിയായിരുന്നു ഞങ്ങൾക്ക് സന്തോഷിക്കാൻ. അന്ന് വൈകുന്നേരങ്ങളിൽ കോട്ടിക്കളിയും കല്ലുകളിയും വെയിലിനെ പോലും പേടിക്കാതെ ഞങ്ങൾ ആ മണ്ണിൽ ഉല്ലസിച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയിലെ പ്രേതക്കഥകൾ, കസിൻസ് ഒത്തുചേരുന്ന ആ ദിവസം. പക്ഷേ ഏറ്റവും രസകരമായ ഓർമ്മകൾ ഉണ്ടാകുന്നത് അവധിക്കാലത്താണ്. അമ്മാവൻ്റെയോ വലിയമ്മയുടെയോ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടുമ്പോൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും കൂടെ ഒരു പ്രേതകഥ കേൾക്കും. ആരോ ഒരാൾ തുടങ്ങുന്ന ആ കഥ, ജനലിൽ ഒന്ന് കാറ്റടിച്ചാൽ പോലും മുട്ടുവിറയ്ക്കുന്ന ആ പേടി. ആ കഥ കേട്ട് പേടിച്ച് ഒറ്റയ്ക്ക് ബാത്റൂമിൽ പോകാൻ പോലും വയ്യാതെ കൂട്ടുപിടിച്ചിരുന്ന ആ നിമിഷങ്ങൾ ഇന്ന് ഓർക്കുമ്പോൾ അതൊക്കെ എത്ര രസകരമാണ്. പഴയ സ്നേഹവും ഔട്ട്രോയും. ഭക്ഷണം കഴിക്കുന്നതിലും ഒരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. പ്ലേറ്റിലല്ല, മറിച്ച് എല്ലാവരും കൂടെ ഒരു വലിയ പാത്രത്തിൽ നിന്ന് വാരി കഴിക്കുന്ന ചോറ്. ഉമ്മയോ അമ്മയോ തരുന്ന ആ ഒരു ഉരുള ചോറിന് ഇന്നത്തെ ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലും അല്ലെങ്കിൽ ഭക്ഷണത്തേക്കാളും രുചിയുണ്ടായിരുന്നു. പഴയ കാലത്ത്